നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. ലോകത്തിലെ മലയാളികൾക്കും കേരളത്തിലെ മലയാളികൾക്കും ഇന്ത്യയിലെ മലയാളികൾക്കും എന്താ പറയേണ്ടത്, മാതൃകാപരമായ പ്രവർത്തനവും മതേതരത്വത്തിൻ്റെയും മാനവികതയുടെയും മഹാസന്ദേശം നൽകിയും മകുടോദാഹരണമായ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇർഫാന ഇക്ബാൽ അവരാണിപ്പോൾ ചർച്ച. എത്ര അഭിനന്ദിച്ചാലും മതി വരാത്ത അവരുടെ പ്രവർത്തനം, അതാണ് മതേതരത്വം. നമ്മുടെ നാട്ടിൽ ലീഗ് അധികാരത്തിൽ വന്നാൽ ലീഗ് അപകടകാരിയാണ്, ലീഗ് വർഗീയ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന വെള്ളാപ്പള്ളി നടേശനും AK ബാലൻ ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകളുണ്ട്. അവരിത് കാണണം, അവരിത് അറിയണം. അതുപോലെ തന്നെ ശശികല ടീച്ചറെ പോലെ ഹൈന്ദവ സംഘടനയിൽപ്പെട്ട കുറേ ആളുകൾ ഇസ്ലാമികളെ നിരന്തരം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഏതവസരം കിട്ടിയാലും തെറി പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വീഡിയോയിൽ വന്നിട്ട് ഇസ്ലാമിൻ്റെ ഒരു സഹായവും നമുക്ക് വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്ന പല തെറികളും പറയുന്നവരുണ്ട്. എന്നാൽ ഒരു പുരുഷായുസ് മുഴുവനും ഇതേപോലെ പറഞ്ഞ് സമുദായത്തിനും മതത്തിനും വേണ്ടി പ്രവർത്തിച്ച് നടന്ന ഒരു വ്യക്തി കുമാരൻ കാസർഗോഡ്, അതിന് ക്യാൻസർ രോഗം വന്നു. ജില്ലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുന്ന് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ വിവരമറിയിച്ചു. ബന്ധുക്കളോട് ബോഡി ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഏറ്റെടുക്കില്ലെന്ന്, കുടുംബത്തിലെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബോഡി ഏറ്റെടുക്കാതെ മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ അനാഥപ്രേതമായി അവിടെ സൂക്ഷിച്ചു. നാളുകൾ കഴിഞ്ഞ് ആരും തിരിഞ്ഞു നോക്കാതെ വന്നപ്പോഴാണ് പിലാത്ര ഉള്ള സാമൂഹ്യ പ്രവർത്തകനായ റിയാസ് പിലാത്രയെ വിവരമറിയിക്കുന്നത്. അദ്ദേഹം നേരെ ഇർഫാനയെ വിവരമറിയിച്ചു. ഇർഫാന ഇക്ബാലിനെ വിവരമറിയിച്ചപ്പോൾ റിയാസെ, ഞാൻ അങ്ങോട്ടേക്ക് വരാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് മറുപടി കൊടുത്തു. അങ്ങനെ മുഹമ്മദ് കൈക്കമ്പയും ഇർഫാന, റിയാസ് ഇവരെല്ലാം കൂടി ചേർന്ന് അവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ ബോഡിയുമായി ബന്ധപ്പെട്ട നാളുകളിൽ ഒരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ബോഡി ഏറ്റെടുത്ത് അങ്ങനെ മാന്യമായ നിലയിൽ റിയാസും മുഹമ്മദും അതുപോലെ തന്നെ പർദ്ദയിട്ട് തട്ടമിട്ട് നിൽക്കുന്ന സ്ത്രീയായിട്ടുള്ള ഇർഫാന ഇക്ബാലും ചിതക്ക് അടുക്കുന്നു, ചിതക്ക് തീ കൊടുക്കുന്നു. മാന്യമായ സംസ്കാരം, അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര മാന്യതയോടുകൂടി അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. തട്ടമിട്ട് പർദ്ദയിട്ടെന്ന് പറയാൻ കാരണം, ചില ആളുകൾക്ക് പർദ്ദയിട്ട് പോകുന്ന സ്ത്രീകളെയോ ഇത് കാണുമ്പോൾ നോക്കിയാട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ പർദ്ദക്കുള്ളിൽ ഒരു മാനവികതയുടെ, മനസ്സലിവിൻ്റെ, എന്താ പറയുക, കാരുണ്യത്തിൻ്റെ ഒരു വലിയൊരു മഹാസാഗരം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ അവർ ആ ബോഡിക്ക് കൃത്യമായി എന്താ പറയേണ്ടത്, അനാഥമായി പോകാൻ പാടില്ല എന്ന് നിലയിലേക്ക് ചിന്തിച്ച് അവർ ആ ബോഡിക്ക് മാന്യമായ യാത്രയയപ്പ് അദ്ദേഹത്തിന് നൽകി. ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാം തെറി പറഞ്ഞവരാണ്, ഇസ്ലാമിനെ കണ്ടുകൂടാത്തവരാണ്, ഹിന്ദു ഉണർന്നാൽ എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളായിരുന്നു. പക്ഷേ അന്ത്യയാത്ര നൽകുമ്പോൾ ഇസ്ലാമിൻ്റെ സഹായം വേണ്ടി വന്നു. അവിടെ മുസ്ലിം തന്നെ വേണ്ടി വന്നു, അവിടെ മുസ്ലിം ലീഗുകാർ തന്നെ വേണ്ടി വന്നു. ഈ നാട്ടിൽ എത്ര ജാതി സംഘടനകളുണ്ട്? ഈ നാട്ടിൽ മതേതരത്വ നാഴികക്ക് 40 വട്ടം പറയുന്ന, വർഗീയതയ്ക്കെതിരാണെന്ന് പറയുന്ന സംഘടനകൾ എത്രയുണ്ട്? ഈ നാട്ടിൽ DYFI ഇല്ലേ? മതേതര മനുഷ്യനാകണമെന്ന് പറയുന്ന സംഘടനയില്ലേ? എന്നിട്ടോ ഇവരൊന്നുമില്ല. അവസാനം ഒരു ലീഗിൻ്റെ, അതും ഒരു വനിതാ മെമ്പർ നേതൃത്വം കൊടുത്തും കൊണ്ട് ആ ബോഡി സംസ്കരിക്കാനുണ്ട്. കാരണം എന്താ അറിയോ, ബാക്കി മറ്റുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കും, പഴയകാല ചരിത്രം നോക്കും, അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചതെന്ന് നോക്കും. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ അവരൊരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ, ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ, ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അവരുടെ മുൻകാല ചരിത്രമോ ഇപ്പോഴത്തെ ചരിത്രമോ വരാൻ പോകുന്ന ചരിത്രമോ അവർ നോക്കാറില്ല. അവർക്ക് അർഹതയുള്ള സഹായം വേണമെങ്കിൽ അത് ആ സമയത്ത് അവിടെ എത്തിച്ചു കൊടുക്കും. ഇന്ന് സഹായിച്ച ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ, അദ്ദേഹം ഒരു BJPക്കാരനാണോ, അദ്ദേഹം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ എന്ന് അവർ നോക്കില്ല. സഹായത്തിന് അർഹതയുള്ളവരാണോ?
ഇവർ നാളെ നമ്മുടെ പാർട്ടിയിലേക്ക് വരുമോ, നാളെ ലീഗാകുമോ എന്നും. നിങ്ങൾ ലീഗാകണ്ട, നിങ്ങൾ ഇസ്ലാമാകണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ അർഹതപ്പെട്ട ആളാണെങ്കിൽ അവരുടെ സഹായം നിങ്ങളിലേക്ക് എത്തിയിരിക്കും. അതാണ് ലീഗ്. ഇപ്പം ഞാൻ ലീഗിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അവൻ ലീഗായി, അതുകൊണ്ടല്ല. നല്ലത് ചെയ്യുന്നവരെ നല്ലത് എന്ന് തന്നെ പറയണം. അത് പറയേണ്ടത് ഉത്തരവാദിത്വം എൻ്റെതാണ്. അതിപ്പോൾ പറയണ്ടേ? അത് പറയാൻ മടിച്ചു നിന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. മറ്റേതെങ്കിലും മതസംഘടന, ജാതി സംഘടന, രാഷ്ട്രീയമായാലും ഒരാളൊരു സഹായവുമായി ചെന്ന് ചോദിച്ചാൽ അനുഭവമുണ്ട്. അദ്ദേഹം അതേ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാണെങ്കിൽ ആ രാഷ്ട്രീയത്തിൽ എത്രമാത്രം പ്രവർത്തിച്ചു, അതിലെത്ര ക്യാരറ്റ് ഉണ്ട്, ഉരച്ചു നോക്കി 916 ആണോ അദ്ദേഹം എന്താണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവർ സഹായിക്കുക. പക്ഷേ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അതൊന്നും നോക്കില്ല. അർഹതപ്പെട്ടവരാണോ അവരെ സഹായിക്കും. ഒരു മുസ്ലിം അർഹതപ്പെട്ടവരാണെങ്കിൽ അവൻ്റെ ജാതിയോ മതമോ അല്ലെങ്കിൽ അവൻ മതം മാറണമോ ഒന്നും പറയില്ല, അവരെ സഹായിക്കും. ഈ കാലം മുഴുവൻ ഉള്ള അനുഭവം അതാണ്. അത് പറയണ്ടേ? അത് പറയുന്നത് തെറ്റാണോ? പറയുമ്പോൾ പറയും മുസ്ലിമിൻ്റെ ചെരുപ്പ് നക്കിയാണ്, പിന്നെ എന്തെല്ലോ നക്കിയാണെന്നൊക്കെ പറയും. അത് കുഴപ്പമില്ല, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ. അതാണ് ആ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ്. പാണക്കാട് ഒരു തങ്ങളുണ്ട്. ആ തങ്ങളുടെ അരികിൽ വേദന പറഞ്ഞുകൊണ്ട് ആര് ചെന്ന് കഴിഞ്ഞാലും അവരെ സഹായിക്കും. അതിന് രാഷ്ട്രീയ ഭേദമില്ല, മതഭേദമില്ല, വർഗഭേദമില്ല. ഒരു ഹൈന്ദവ സഹോദരൻ ഗൾഫിൽ വിദേശ രാഷ്ട്രത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങി വരാൻ 80 ലക്ഷം രൂപയോളം വേണ്ടി വന്ന സമയത്ത് തങ്ങൾ ഇടപെട്ടു. ആ തുക ആയിക്കൊടുത്തു. അദ്ദേഹത്തെ മോചിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ തങ്ങൾ ചെയ്തു കൊടുത്തു. ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ഹിന്ദുക്കളാണ്, ഇന്ത്യക്കാരാണ്. ടാറ്റയാണ്, അംബാനിയാണ്, രവി പിള്ളയാണ്. ഇവിടെ അങ്ങനെ നിരവധിയായ ആളുകളുണ്ട്. ആർക്കെങ്കിലും അതിലൊന്ന് ഇടപെടാൻ പറ്റുമോ? വെള്ളാപ്പള്ളി നടേശൻ വലിയ പൈസക്കാരനാണ്, ഇടപെടാൻ പറ്റുമോ? ഇനി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ഒരു ഹിന്ദുവിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന എത്ര സംഘടനകളുണ്ട്. ആ 80 ലക്ഷം കൊടുത്ത് അദ്ദേഹത്തെ മോചിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞോ? പക്ഷേ പാണക്കാട്ടെ തങ്ങൾ അതിന് നേതൃത്വം കൊടുത്തു. ആ മനുഷ്യൻ ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നു. അതാണ് ലീഗ്. ആ ലീഗിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് എന്നെ എന്ത് ചാപ്പ കുത്തിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, അത് പറയുക തന്നെ ചെയ്യും. ഇർഫാൻ ഇക്ബാലിനും 1000 അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി. ഏതരത്വത്തിൻ്റെ പ്രതീകമായ നിങ്ങൾക്ക് പടച്ചവൻ ദൈവം അനുഗ്രഹിക്കട്ടെ. റിയാസ് പിലാത്തറയെയും മുഹമ്മദ് കൈക്കമ്പയ്ക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ, അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് നിങ്ങൾ. 1000 അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവരെ. പറയുന്നവർ പറയുന്നിടത്തുനിന്ന് പറഞ്ഞോട്ടെ. അതൊന്നും ഇവിടുത്തെ മുഴുവൻ ആളുകളുടെ അഭിപ്രായമല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന എന്നെപ്പോലുള്ള നിരവധിയായ ആളുകളുണ്ട്. അവർക്ക് നിങ്ങളെപ്പോഴും തണലായി മാറാൻ നിങ്ങൾ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റുകൾ രേഖപ്പെടുത്തി എന്നെ സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.